എൻ്റെ പേര് ഷാൻറ്റി സജി. ഞാൻ മലപ്പുറം മാലാവർ ഇടവകയിൽ നിന്നും വരുന്നു. നവംബർ 12, 2021 ഞാൻ ഉടമ്പടി ചെയ്തത്. 20 വർഷത്തോളമായിട്ട് എനിക്ക് അലർജി മൂലം തുമ്മലും മൂക്കൊലിപ്പും കണ്ണു ചൊറിച്ചിലും ഒത്തിരി ബുദ്ധിമുട്ടുകളായിരുന്നു. എല്ലാ മരുന്നും തന്നെ ട്രൈ ചെയ്തു. എല്ലാ ദിവസവും ഒരു ഹാഫ് ഡോസ് സിട്രസിൻ കഴിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര തുമ്മലായിരിക്കും. തുമ്മി വൈകുന്നേരം ആകുമ്പോഴത്തേനും പനി വരെ വരുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഒഴിച്ചിട്ട് നാസൽ ഡ്രോപ്പിൻ്റെ ബോട്ടിലിൽ ഒഴിച്ച് വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ മൂക്കിലിറ്റിക്കും. അങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് ഇതുവരെ ശക്തമായ രീതിയിലുള്ള തുമ്മൽ ഉണ്ടായിട്ടില്ല. പിന്നെ 2009 മുതൽ എനിക്ക് കഴുത്തിന് വേദന തുടങ്ങിയതാണ്. അത് പതുക്കെ കഴുത്തിന്, പിന്നെ ഷോൾഡറിന്, കൈമുട്ടുകൾക്ക് അങ്ങനെയൊക്കെ വന്നു തുടങ്ങി. പിന്നെ ട്രാവൽ ചെയ്യുമ്പം തലവേദനയായി. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് കട്ടിയുള്ള എന്ത് പണി ചെയ്താലും ഭയങ്കര തലവേദന, പിറ്റേ ദിവസം ഛർദ്ദിക്കും, പിന്നെ കിടന്ന കിടപ്പായിരിക്കും. ഉടമ്പടി നേർച്ച വസ്തുക്കളെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്കത് ഒത്തിരി കുറവുണ്ട്. അങ്ങനെ ഉണ്ടാകാറില്ല. കട്ടിയുള്ള പണി ചെയ്താലും എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ ഉണ്ടാകാറില്ല. എങ്കിലും ചെറിയ വേദനയൊക്കെ ഉണ്ടെന്ന് മാത്രം. പിന്നെ എൻ്റെ ആങ്ങളയുടെ മോന് ഇപ്പം 11 വയസ്സ് കഴിഞ്ഞു കാണും. അവന് ചെറുപ്പം മുതൽ ശക്തമായ രീതിയിൽ ശ്വാസമുട്ടലുണ്ടായിരുന്നു. ശ്വാസമുട്ടൽ വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ ലെവൽ താന്നു പോകും. അവന് നെബുലൈസേഷനും ഇൻഹേലറും ഒക്കെ വീട്ടിൽ നിന്ന് മാക്സിമം അവർ നോക്കും. രാത്രിയാകുമ്പോൾ എങ്ങനെയാണെങ്കിലും കൊച്ചിനെ അഡ്മിറ്റ് ആക്കണം, ഓക്സിജൻ കൊടുക്കണം. അങ്ങനെയായിരുന്നു. ഈ ഡിസംബർ മാസത്തിൽ ഞാൻ വീട്ടിലുണ്ടായിരിക്കുമ്പോൾ അവന് ഈ അസുഖം വന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, അവൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചു. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അവന് കട്ടില കിടന്നുറങ്ങാൻ പറ്റില്ല. അവൻ്റെ അമ്മയുടെ മടിയിൽ തല ചായ്ച്ചു വെച്ചാണ് അവൻ കിടന്നുറങ്ങാറുള്ളത്. ഞാൻ നേരം വെളുത്തിട്ട് ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പം അവൻ ശാന്തമായി ചാരുകസേരയിൽ കിടന്നുറങ്ങുന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം വീണ്ടും ഈ പ്രാർത്ഥന അവൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചു. അവന് അതിനുശേഷം ഇന്നേ വരെ ഇത്ര ശക്തമായ രീതിയിലോ ഒട്ടും ശ്വാസമുട്ടലുണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മോൻ്റെ മൂക്കിനുള്ളിൽ ഡിസംബർ മാസത്തിൽ മൂക്കിനുള്ളിൽ കൂടി ചോര വന്നു. ഞങ്ങൾ വേഗം ENT ഒരു ലേഡി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ 10 ദിവസത്തേക്ക് മരുന്ന് കഴിച്ചു. എന്നിട്ട് ചെല്ലാൻ പറഞ്ഞു. സ്കോപ്പി ചെയ്തു. ചെന്നതിന് ശേഷം സ്കോപ്പി ചെയ്തപ്പം ഒരു ക്ലോട്ട് അല്ലെങ്കിൽ ഒരു പോളിപ്പ് ഡോക്ടർ അങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു 15 ഡേയ്സ് മരുന്ന് തന്നു. അത് കഴിച്ച് ചെന്നപ്പം അത് ചെറുതായിട്ടുണ്ടെങ്കിലും, പിന്നെ സ്കോപ്പി ചെയ്തു, ചെറുതായിട്ടുണ്ടെങ്കിലും അത് മാറിയിട്ടൊന്നുമില്ല. അത് എവിടെ ഇരിക്കുന്നതെന്ന് പോലും ഡോക്ടർക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെയും മരുന്ന് തന്ന് റിവ്യൂവിന് ചെല്ലാൻ പറഞ്ഞ ദിവസം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, കൊറോണ ആയതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10 ദിവസങ്ങളൊക്കെ താമസിച്ചാണ് ചെന്നത്. എന്നിട്ട് അന്ന് തന്നെ 2 പ്രാവശ്യം സ്കോപ്പി ചെയ്തു. അതവിടെ ആ പോളിപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞു അതിപ്പോൾ അവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ്റെ പോക്കറ്റിനുള്ളിൽ ഞാൻ ഉടമ്പടി മെഡലിട്ടിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ, ഈ മാതാവാണ് ഞങ്ങളെ രക്ഷിച്ചത്, അല്ലെങ്കിൽ CT സ്കാൻ ചെയ്തിട്ട് വരണം എന്നാണ്, സ്കാൻ ചെയ്യേണ്ടി വരുമെന്നായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഇന്നേ വരെ ആ ബുദ്ധിമുട്ട്, അവന് മൂക്കി കൂടെ ചോര വരികയോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ വന്നാൽ CT സ്കാൻ ചെയ്തിട്ട് വരാനാണ് ഡോക്ടർ എഴുതി തന്നുവിട്ടത്. അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു, 2 പ്രാവശ്യം സ്കോപ്പി ചെയ്ത് അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു എക്സ്റേയും കൂടി എടുത്തിട്ട് പോരെ, എന്നാൽ വല്ല ഇൻഫെക്ഷൻ ഉണ്ടോയെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ എക്സ്റേ എടുത്തു. ഡോക്ടറും അന്നൊരു മെയിൽ ഡോക്ടറും കൂടി ഉണ്ടായിരുന്നു ആ ക്യാബിനകത്ത്. ഡോക്ടർ 2 പേര് നോക്കിയിട്ട് പറഞ്ഞ് യാതൊരു കുഴപ്പവുമില്ല, 1 മാസവും അവിടെ ഇല്ല, പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണെന്ന് പറഞ്ഞു. ഇത്രയുമാണ് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ.